ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. എന്താ വെച്ചാൽ മൊത്തമായിട്ട് കൊളാബ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആക്കിയത്. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ കാരണം കൂടാതെ തന്നെ ഫസ്റ്റ് മുതലേ നിങ്ങൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫസ്റ്റ് മുതലേ ഫോളോ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഒരു റീക്യാപ്പ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 6 മാസമായി ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റീക്യാപ്പ് പോലെയാണ് കാണിക്കുന്നത്. എൻ്റെ മുടി ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ക്ലിനിക്ക് തിരഞ്ഞെടുത്തു, HNS എന്ന ക്ലിനിക്കിൽ നിന്നാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ആ ക്ലിനിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം, അതുപോലെ മുടി ചെയ്തപ്പോഴുള്ള അവസ്ഥ, ഇതുവരെയുള്ള ആ ഒരു അവസ്ഥകളുണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തിയായ വീഡിയോ ആവാനാണ് സാധ്യത ഇട്ടത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളെ പണ്ടത്തെ സ്ഥലത്താണ്. കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുമ്പ് പറഞ്ഞിരുന്നു, പള്ളിമുക്ക് എന്ന് പറഞ്ഞ നെല്ലിപ്പാടല്ല, നെല്ലും പാടം, പള്ളിമുക്ക് എന്ന സ്ഥലത്ത് നെല്ലിൻ്റെ പാടം, അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ബാക്കിൽ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട് കേട്ടോ, പ്രശ്നമല്ല, കുറേ ആയാലും ഇങ്ങനെ എടുക്കാനുകൊണ്ട് ശീലമായി. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നതാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ തന്നെ എക്സിറ്റിലാണ് പോകുന്നത്. അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു മുടിയൊന്ന് വെക്കണം. അപ്പോൾ അതിൻ്റെ ലീവും കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ കണക്കൂട്ടിൽ എങ്ങനെയാണ്, നമ്മൾ മുടിയൊക്കെ ചെയ്തതിന് കുറേ കാലം ലീവ് എടുക്കേണ്ടി വരും, കുറേ റെസ്റ്റ് വേണ്ടി വരും, ആ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് മുന്നൊന്നും കാര്യങ്ങൾ അന്വേഷിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കാതിരിക്കുന്നൊരു പൊട്ടത്തരമാണെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് വരുന്നവർ ഒരു 10 ദിവസം ലീവിനൊക്കെ വരുന്നവർക്കൊക്കെ മുടി വെച്ചിട്ട് പോകാട്ടോ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഫോട്ടോ അയക്കുന്നത് HSN എന്ന് പറയാൻ കാരണം, അന്ന് HSN ആണ്, ഇപ്പോൾ HNS എന്നാക്കിയിട്ടുണ്ട്. അത് അവരെന്തോ ഫാമിലി ഇഷ്യൂ കാരണം പാർട്ട്ണർഷിപ്പിൽ മാറിയതാണ്. ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സെപ്പറേറ്റ് പറയുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ടെക്നീഷ്യന്മാരൊക്കെ കാണണമെങ്കിൽ ഇതാ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഐ ബട്ടണിൽ കാണട്ടോ. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് HNS-ഉം SHN ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ ബാക്കി പറഞ്ഞുതരാം നമുക്ക്. അങ്ങനെ ഞാൻ ഈ HNS-ലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, അതേപോലെ കുറേ വീഡിയോകൾ തപ്പി പിടിച്ച് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ HNS കണ്ടെത്തിയത്. കാരണം നമ്മളിവിടെ നാട്ടിൽ കുറേ ക്ലിനിക്കുകളുണ്ട്, പുറത്ത് ക്ലിനിക്കാണ്. അപ്പോൾ റേറ്റ് കുറവ് വേണം, നമ്മളത്ര വലിയ ഫാമിലി ഒന്നല്ല. അപ്പോൾ റേറ്റ് കുറവാണ്, നല്ല റിസൾട്ട് വേണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് ഞാനിങ്ങനെ വന്നത്. അങ്ങനെ ഈ ഒരു HNS കണ്ടുപിടിച്ചു. HNS-ലേക്ക് വന്ന പാടനെ ഫോട്ടോ അയച്ചു. മാർച്ച് 15-ാം തീയതി ആയപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞെന്താണ്, നമ്മളെ ഫ്രണ്ട് പോർഷന്, മുടി പോയ ഭാഗം ഫ്രണ്ട് പോർഷന്, അതേപോലെ തന്നെ 2 സൈഡ് ബാക്ക്, അത് ഡോണർ ഏരിയ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ആ 3 പോർഷൻ്റെ ഫോട്ടോ വ്യക്തമായിട്ട് ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മുടി എന്ന് പറയുന്നത് അത്യാവശ്യം നീളത്തിൽ വളർത്തിയിട്ടുണ്ട്. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല നീളത്തിൽ വളർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നീളത്തിൽ വളർത്താൻ പൂതിയുള്ളതുകൊണ്ടല്ല, മുടി ഇല്ലാത്തതുകൊണ്ട് അത് ഫില്ല് ചെയ്ത് നിൽക്കാനാണ് ഞാൻ അങ്ങനെ നീളത്തിൽ വളർത്തിയിരുന്നത്. അങ്ങനെ ആ ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞതെന്താ വെച്ചാൽ, നീളത്ത് വളർത്തിയോണ്ട് തന്നെ അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഉള്ളത്തിനാണ്. കാരണം ഈ ഇടയിലൊക്കെ ഇങ്ങനെ മുടിയുള്ളതുകൊണ്ട് ഉള്ളുണ്ടോ അല്ലെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. 15-ാം തീയതി അയച്ച മെസ്സേജിന് റിപ്ലൈ എന്നപ്പോത്തിന് പിന്നെ അങ്ങനെ പോയി. 20-ാം തീയതിയാണ് ഒരു കോൺടാക്ട് നമ്പർ തന്നത് അവിടുത്തെ. അപ്പോൾ മെസ്സേജ് കുറച്ച് ഡിലേ ആയിരുന്നു. നാട്ടിലൊരു ക്ലിനിക്കിൽ കാണിച്ചിരുന്നു. അവിടുന്ന് 3300 ഗ്രാഫ്റ്റാണ് പറഞ്ഞത്. അവർ 1,00,000 മേലെ പെൻ മെത്തേഡും നീഡിൽ മെത്തേഡാണെങ്കിൽ 75 രൂപയ്ക്ക് എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ടോ, കോയമ്പത്തൂർ പോയി, ബസ് എടുത്ത് അങ്ങനെ പോയി അവിടെ കാണിക്കാൻ ചെറിയ സമയമുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കൺസൾട്ടേഷന് ഫീ ഒന്നുമില്ല. അവിടെ തന്നെ പോയി കാണിച്ച് ഡോക്ടർ ചെക്ക് ചെയ്തു. പിന്നെ അതേമാതിരി അവരെ സീനിയർ ടെക്നീഷ്യൻ ഉണ്ടായിനി, അവരും വന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഹെയർ ലൈന് മാർക്ക് ചെയ്തു. അതേപോലെ എത്ര മുടി വേണമെന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടോ. എത്ര മുടി എടുക്കാൻ പറ്റും നോക്കിയാൽ ആദ്യം, കാരണം ബാക്കിൽ നിന്ന് അധികം മുടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ താടീൻ്റെ അവിടെ നിന്ന് എടുക്കേണ്ടിരുന്നു പറഞ്ഞ്. അങ്ങനെ 2 ഡോണർ ഏരിയ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു 4000 ഗ്രാഫ്റ്റ് വെക്കേണ്ടിരുന്നു, നല്ലത് ഫില്ലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ ഞാൻ ചോദിച്ചിരുന്നു. നാട്ടിൽ അതിൽ റേറ്റ് പറഞ്ഞത് ഭയങ്കരമാണ്. ഇവർ 4000-ന് 40,000 രൂപയാണ് പറഞ്ഞത്. ഇവിടെ എന്നോട് 1-ൻ്റെ പുറത്ത് പറഞ്ഞിരുന്നു കേട്ടോ. അവർ 2-3 മെത്തേഡ് പറഞ്ഞു, പെൻ മെത്തേഡ്, നീഡിൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ HNS-ൽ ഒറ്റ മെത്തേഡേ ഉള്ളൂ, അത് നോർമൽ മെത്തേഡ് കേട്ടോ, ആ നീഡിൽ കുത്തിയെടുത്ത് വെക്കുന്ന പരിപാടി. അങ്ങനെ ഞാൻ അവിടെ കാണിച്ചതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ പോകാൻ മടിച്ചു നിന്ന്, ഇത് ചെയ്താലുള്ള റെസ്റ്റും കാര്യങ്ങളും ആലോചിച്ചിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തീരുമാനം ഉണ്ടായത്, പെരുന്നാളായപ്പോൾ ഒരു പെട്ടെന്നാണ് പൂതി വന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ വിളിച്ച് പിറ്റത്തെ തിങ്കളാഴ്ച, പെരുന്നാൾ കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ എനിക്ക് ബുക്കിംഗ് കിട്ടി. ജൂലൈ 5-ാം തീയതിയാണ്, ജൂലൈ 4-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞത്. അങ്ങനെ അവർ കുറച്ച് ടെസ്റ്റ് വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നു കേട്ടോ. ഈ ടെസ്റ്റുകൾ നമ്മൾ ബോഡി ടെസ്റ്റുകളാണ്. അപ്പോൾ അത് ചെയ്യാൻ ഏകദേശം 3000 രൂപയ്ക്കാണ് പറഞ്ഞത്. അത് നമ്മളെ അവിടുത്തെ ക്ലിനിക്കിനനുസരിച്ചാണ്. ഞങ്ങളടുത്ത ക്ലിനിക്കിൽ നിന്ന് ചെയ്ത് അതിന് എനിക്ക് 2000 സംതിങ് എത്രയാണ് വന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റും, അതൊക്കെ പിന്നെയാണ് നമ്മൾ അറിയണേ. കാരണം എന്താ, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പിന്നീട് മനസ്സിലായത്. അപ്പോൾ നീതി ലാബ് പറഞ്ഞ ലാബുണ്ട് നമ്മളെ
ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ മഞ്ചേരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചെയ്ത് നമുക്ക് 2000-ന് ചോടെ 1000 സംതിങ് ഉറുപ്പ്യൊക്കെ കിട്ടും. അങ്ങനെ അവിടുന്ന് പോയി ചെയ്യട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി. അപ്പോൾ ഞാനങ്ങനെ 2000 ഉറുപ്പ്യക്ക് ആ ടെസ്റ്റ് ചെയ്തു. പിറ്റേന്ന് നമ്മൾ ഇവിടുന്ന് ബസ് കയറി നേരെ അവിടെ പോയി. കുറേ പറയണ്ടല്ലേ, കുറച്ച് ലൊക്കേഷൻ മാറ്റി പിടിച്ചാലോ, ഈ ഒരു ഇതന്നെ മാറിയിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തുണ്ട് ഞാൻ പോകണമെന്ന് കാണിട്ട് നിങ്ങൾ. ഇപ്പോൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ തൊട്ടിപ്പാളപ്പിരിയിലേക്ക് 20 രൂപയാണ് ടിക്കറ്റ്. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോപ്പ് കേട്ടോ, തൊട്ടിപ്പാളപ്പിരിവ് എന്നാണ് ഇങ്ങോട്ട് പറയാം. അങ്ങനെ പോയിക്കാണ്ട് 4-ാം തീയതി രാവിലെ അവിടെ എത്തിട്ടോ. 4-ാം തീയതി 8 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞു. 9 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. 8 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടോ, ചെല്ല് സമയത്ത് പോലെ ഒന്നും പരിചയമില്ല. ഇനി ചെന്ന് അവിടെ നിന്ന് പരിചയപ്പെട്ടാണ്. അങ്ങനെ രാവിലെ 8 മണിക്ക് എത്തി. 9 മണിക്ക് അവിടെ തുറന്ന് അവിടെ സൈൻ ചെയ്യണം കേട്ടോ, പേപ്പറിൽ സൈൻ ചെയ്ത് അങ്ങനെ പോയി ഉള്ളിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒന്നും കൂടി ഹെയർ ലൈന് മാർക്ക് ചെയ്തിട്ടോ, ടെക്നീഷ്യനെ വെച്ചിട്ട് ഹെയർ ലൈന് ഫ്രണ്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ ഒരു സമയത്ത് ഈ ഒരു പോർഷൻ 2 സൈഡ് ഭാഗത്ത് പോർഷന് അതൊക്കെ മാർക്ക് ചെയ്ത് അവിടെയും കൂടി കുറച്ച് വെക്കാന്നുള്ള എനിക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു, കറക്റ്റായിട്ട് തോന്നി. അങ്ങനെ ഹെയർ ലൈൻ മാർക്ക് ചെയ്ത് സർജറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ, റിസൾട്ടുകളൊക്കെ ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 10-11 മണിക്ക് സർജറിക്ക് കയറ്റി. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫുൾ ഏരിയ ഉണ്ടല്ലോ അത് മൊത്തമായിട്ടൊന്ന് പരതുന്ന മാതിരി വെതറിട്ട മാതിരി കുറേ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് അടുപ്പിച്ചല്ലോ വെച്ചു, മൊത്തമായിട്ട് വെച്ചു. കാരണം 2-ാമത്തെ ദിവസമാണ് ഫില്ലിങ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ 11 മണി മുതൽ ഒരു ഉച്ച വരെ നമുക്ക് ബാക്കിൽ പോർഷൻ എടുക്കലായിരുന്നു. അങ്ങനെ ബാക്കിൽ നിന്ന് മുടിയെടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് വന്നിട്ട് പിന്നെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസം കഴിഞ്ഞു, വൈകുന്നേരം ആയപ്പോൾ ഈ ഭാഗം വെച്ചിട്ടില്ല. ഇനി പിറ്റേ ദിവസം രാവിലെ സുബൈക്കാട്ടോ വരുന്നത്. 4-4:30 മണിക്കൊക്കെ എണീച്ചിട്ടാണ് നമ്മൾ മുടി വെക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു പോർഷൻ എടുത്ത് അതേപോലെ തന്നെ താടിയുടെ ഭാഗത്തുനിന്നും മുടി എടുത്തിട്ടോ. അങ്ങനെ 2 ഭാഗത്തുനിന്നും മുടി എടുത്തതിന് ശേഷം ഫുഡ് കഴിച്ചു. ഒരു 8-8 ആയപ്പോൾ അത് കഴിഞ്ഞ് മുടി വെച്ച് ഇവിടെ വെക്കൽ തുടങ്ങി. അപ്പോൾ ഫില്ല് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തിട്ടത് നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെച്ചു. ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഇവിടെ വെക്കണ്ടെന്നുള്ളത്. കാരണം ഇവിടെ അത്യാവശ്യം മുടി എനിക്കുണ്ട്. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഓവറായി തോന്നുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറും ടെക്നീഷ്യനും പറഞ്ഞു എന്നാൽ ഓക്കെ അങ്ങനെയും കുഴപ്പമില്ലാറുണ്ട്. അങ്ങനെ ഈ ഒരു പോർഷൻ മാത്രം വെച്ചിട്ടോ. അങ്ങനെ 2-ാമത്തെ ദിവസം കൊണ്ട് ഫുള്ള് സെറ്റായി. 4000 ഗ്രാഫ്റ്റ് ഞാൻ വെച്ച് കഴിഞ്ഞ് ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേന് പരിപാടി കഴിഞ്ഞ്. പിന്നെ ഒരു 3 മണിക്കൂർ അവർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു മൊബൈലും നോക്കാതെ. അങ്ങനെ റെസ്റ്റ് എടുത്ത് അപ്പോൾ ഛർദിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു 6 മണിയായപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് നമുക്കൊരു മെഡിക്കൽ കിറ്റ്, അതായത് നമുക്ക് മെഡിസിൻസ് ഉണ്ട് കുറച്ചിട്ടോ. ഒരാഴ്ചക്ക് കഴിക്കാനുള്ള അത്യാവശ്യം മെഡിസിൻസ്, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഒരു 3 മന്ത് കഴിക്കാനുള്ള ബയോട്ടിൻ ടാബ്ലറ്റ്, പിന്നെ മിനോക്സിഡിൽ തരുന്നുണ്ട്, ഷാമ്പൂ തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു കിറ്റിൽ വരുന്നുണ്ട്. അതിനൊരു 3000 രൂപ എക്സ്ട്രാ അവിടെ പേ ചെയ്യണം. അങ്ങനെയാണ് വന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു. പേയ്മെൻറ്റ് ഫുള്ള് സെറ്റാക്കി. എനിക്ക് 4000 ഗ്രാഫ്റ്റ് വെച്ചിട്ടോ. 4000 ഗ്രാഫ്റ്റ് വെക്കാൻ 40,000 രൂപ അതിന് കൊടുത്തു. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മരുന്നിന് ഒരു 3000 രൂപയും. അങ്ങനെ 43,000 രൂപ അവിടെ കെട്ടി. പിന്നെ അതിന് മുമ്പ് ഞാൻ 2,400 രൂപയും കെട്ടി. അപ്പോൾ ടോട്ടൽ ഒരു 46,000 രൂപ കൊണ്ട് എൻ്റെ പോക്ക് വരവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷന് മൊത്തം ചിലവായ തുക എന്ന് പറയുന്നത് 46,000 എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ അവിടുന്ന് രാത്രി പോന്ന് 6 മണിക്ക് പോന്ന് ബസ്സിലാണ് പോകുന്നത്. എൻ്റെ കൂടെ ഷിഹാബ് പോരുന്ന സമയത്തുണ്ടെങ്കിൽ പിന്നെ പകുതിക്കുന്ന് പാലക്കാട് നിന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സീറ്റ് കടന്നുകൊണ്ട് സീറ്റിൽ മേലെന്ന് കടന്നിട്ടോ. ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ എവിടെയും തട്ടാത്ത കോലത്തിൽ മേലെന്ന് അങ്ങനെ കടന്ന് വെള്ളാമ്പുറം ഇറങ്ങി വെള്ളാമ്പുറത്ത് അനിയൻ കൂട്ടി വന്നത്. പിറ്റേന്ന് മുതലാണ് നമ്മളെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 ദിവസത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസമാണ് നമ്മൾ വാഷിംഗ് വരുന്നത്. അപ്പോൾ ഡേ 1 NS വാട്ടർ ഉണ്ട്. NS വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങി കിട്ടുന്ന വാട്ടറാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ബാക്കിൽ അതേപോലെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ. അതേപോലെ കഴുത്തിലേക്ക് തേക്കാനായിട്ട് ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിന്. അങ്ങനെ ഈ ഒരു ഓരോരോ മണിക്കൂർ ഇടവിട്ട് NS സ്പ്രേ ചെയ്യും. രാവിലെ 8 മണി കുടുങ്ങിയാൽ രാത്രി 8 മണി വരെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ 12 മണിക്കൂറിൽ ഓരോരോ തവണയായിട്ട് സ്പ്രേ ചെയ്യാൻ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ തലക്കണയിൽ നമ്മൾ നേരെ കിടക്കാൻ പാടില്ല, ചെരിയാൻ പാടില്ല. ഈ 6 ദിവസം ചെരിയാൻ പാടില്ല. കാരണം ഗ്രാഫ്റ്റ് സെറ്റായി വരുന്നതാണ്. ഇപ്പോൾ ചെരിഞ്ഞാൽ നമ്മളിങ്ങനെ നിരങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ആ ഭാഗത്ത് ഗ്രാഫ്റ്റ് തെറിച്ചു പോകും. അപ്പോൾ ആ ഒരാഴ്ച കുറച്ച് റിസ്ക്കാണ്. നമ്മൾ നേരെ തന്നെ കിടക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് നീരും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നീര് വരും. പക്ഷേ ചിലപോലെ ബോഡിയിൽ വരുള്ളൂ. എനിക്ക് നീരുണ്ടായിട്ടില്ല. നീരുണ്ടാകാത്തക്കാൻ കാരണം ഒന്ന് റെസ്റ്റാണ്. നമ്മൾ മേലെ തന്നെ കടന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ പിന്നിലൂടെ നീര് ബാക്കിൽ കൂടെ പോകും. നമ്മൾ കുനിഞ്ഞ് നിന്ന് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് മുന്നിലേക്ക് വന്ന് നമുക്ക് മുഖത്തേക്കൊക്കെ നീരിറങ്ങിയിട്ട് കാണുമ്പോൾ ഒരു ബോറായിട്ടുണ്ടാവും. അങ്ങനെ 6 ദിവസം ഇതേ ചിട്ടയിൽ പോവുകയാണ്. 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം നമ്മളിവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ. അതുവരെ നമ്മളിവിടെ തൊടുന്നില്ല. അങ്ങനെ 7-ാമത്തെ ദിവസം നമ്മൾ വാഷിംഗ് ആണ്. സംഭവം അത് കുറച്ച് പേടിയുള്ള കാര്യമാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടോ. ഷിയാബൊക്കെ അവിടെ പോയിട്ടാണ് വാഷിംഗ് ചെയ്തത്.
ഞാൻ പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ട് ധൈര്യം സംഭരിച്ച് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഡോക്ടേഴ്സും പറഞ്ഞു നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു ക്ലോക്ക് വൈസ് 3 റൗണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് 3 റൗണ്ട്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ബേബി ഷാമ്പു വെച്ചിട്ട് കഴുകണം. ബേബി ഷാമ്പു എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പതപ്പിക്കുക. ആ പത വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അത് അങ്ങനെ പത വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കൊറ്റ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ഡോട്ട് ചോരൻ്റെ കട്ട, അതൊക്കെ പുറഞ്ഞു പോയി കണ്ട് അവിടെ മുടിയാവും. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ശരിക്കും നമ്മൾ മുടി കുറ്റിയാക്കി ആ ഒരു ഫീൽ ചെയ്യാൻ ആ സമയത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തൊന്നും തോന്നില്ല, നല്ല വൃത്തിയാവും. ആ സമയത്ത് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ശരിക്കും ഒരു മുടി കുറ്റിയാക്കി നമ്മൾ ചെല്ലുമല്ലോ മെഷീൻ വെച്ചിട്ട്, അതേ ഫീൽ ഉണ്ടാവുക. പിന്നെ ഒരു 14 ദിവസം വരെ ഇതിങ്ങനെ പോകും കേട്ടോ. 14ാമത്തെ ദിവസമാണ് എനിക്ക് ഫസ്റ്റ് ഫാളിങ് എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ ക്യാപ്പ് വെച്ചിട്ടാണ് നടക്കുക. ക്യാപ്പ് അല്ലെങ്കിൽ ഞാൻ കുട ചൂടിയിട്ടൊക്കെ വെയിലത്തൂടെ നടന്നിട്ടുണ്ട്. ബൈക്ക് പോകുമ്പോൾ വരെ കുട ചൂടി പോയിന്, ഹെൽമെറ്റ് വെക്കാനും പറ്റില്ല ആ സമയത്ത്. അപ്പോൾ വെയിൽ മാക്സിമം കുറക്കണം, ചൂടാവുന്ന കുറക്കണം, വിയർക്കുന്നത് ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണത്. അങ്ങനെ നടന്ന് ക്യാപ്പ് വെച്ച് നടക്കുക. അപ്പോൾ ക്യാപ്പ് ഊരുമ്പോൾ ക്യാപ്പിനുള്ളിൽ ഒരു മുടി കിട്ടി. അപ്പോഴാണ് ഷെഡിങ് ടൈം എന്ന് പറഞ്ഞത് കേട്ടോ. ഷെഡിങ് ടൈം ഭയങ്കര സംഭവം ടൈമാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ വെച്ചത് പോയി എന്ന് കരുതുന്നൊരു സമയം. ആ വീഡിയോയിൽ ഞാൻ പറയേണ്ടത് അതേപോലെ ഭയങ്കര സങ്കടം വരും അത്. കാരണം നമ്മൾ വെച്ച മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് ആ സമയത്ത് നമുക്ക് തോന്നും വരില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മുടി ഒരു 3 മാസത്തിന് ശേഷം ഇങ്ങനെ ഉഷാറായിട്ട് വരലോടും തുടങ്ങും കേട്ടോ. ആ 3 മാസം വരെ ഏകദേശം ഷെഡിങ് ടൈം കഴിക്കാരം. ഏറ്റവും നേരത്തെ തുടങ്ങുന്നവർക്ക് നേരത്തെ ഷെഡിങ് ടൈം കഴിയും. ആ ഷെഡിങ് ടൈമിൽ ആ മുടി മൊത്തമായിട്ട് പോകും. നമ്മൾ പഴയ അവസ്ഥ എങ്ങനെ അതേപോലെ തന്നെ ഉണ്ടാവുക. എനിക്കും അതേപോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. മുടി ഏകദേശമൊക്കെ പോയിട്ട് ഈ ഭാഗം മൊത്തം ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 3 മാസത്തിന് ശേഷം ഇങ്ങനെ നമ്മൾ മുടി കിളിർത്ത് വരൽ തുടങ്ങും. ഓരോരോ മുടികൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് നല്ല വൃത്തിക്ക് വരും. ഒരു 5 മാസം ആയപ്പോഴേക്ക് എനിക്ക് മുടി അത്യാവശ്യം നല്ല ഫില്ലായി വന്നു കേട്ടോ. 5 മാസമായപ്പോൾ നല്ല റിസൾട്ടായി. മുടി ആളടിക്ക് ഇറങ്ങാനായി. 5ാമത്തെ മാസമാണ് ചീർപ്പ് വരെ വാങ്ങിയത് പുതിയ. ആ ചീർപ്പ് ഞാൻ കാണിച്ചു തരാം. ചീർപ്പിൻ്റെ ഫോട്ടോത്തിലുണ്ട്. ഈ ഒരു മാസം എനിക്ക് വാർന്നിട്ട് ആ കുറഞ്ഞ മുടി മാത്രമേ കൊഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിന് കാരണം എന്ന് വെച്ചാൽ 1ാമത്തെ മാസം മുതൽ ഞാൻ GFC എടുക്കുന്നുണ്ട്. 1ാമത്തെ മാസം എടുത്തു, 2ാമത്തെ മാസം ഞാൻ GFC എടുത്തു, 3ാമത്തെ മാസം GFC എടുത്തു. അങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് ഓരോ ദിവസമായിട്ട് അവിടെ പോയിട്ട് GFC എടുത്തു. ഈ GFCക്ക് എനിക്ക് കോസ്റ്റ് വന്നത് അവിടെ 2000 രൂപയാണ്. 2000 രൂപ എന്ന് പറയാൻ കാരണം ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് എനിക്ക് 2000 രൂപയാണ് വരുന്നത്. പിന്നെ PRPക്ക് ആണെങ്കിൽ 500 രൂപയാണ് അവിടെ വന്നിരുന്നത്. GFC കുറച്ചുകൂടി ബെറ്ററാണ്, ഗ്രോത്ത് ഫാക്റ്റ് കോൺസെൻട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് ടെക്നോളജി ആയതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത് ഇനി അതിലേക്ക് റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി. GFCക്ക് 2 മാസം വരെ കാലാവധി ഉണ്ട്. PRPക്ക് നമുക്ക് 1 മാസം വരുന്നത്. അപ്പോൾ 4ാമത്തെ മാസം ചെയ്തില്ല, 5ാമത്തെ മാസം ചെയ്തു. ഇപ്പോൾ 6 കഴിഞ്ഞു. GFC എടുത്തുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നല്ലോണം നിന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ചെറിയ കുറ്റിമുടി ആയതുകൊണ്ട് തന്നെ കൊഴിച്ചിലെല്ലാം അറിയുന്നൊന്നുമില്ലായിരുന്നു. എന്നാലും എനിക്ക് വാശൊക്കെ ചെയ്യുമ്പോഴല്ല കൈക്ക് വരുന്നത്, അതൊക്കെ വളരെ കുറഞ്ഞ്. പിന്നെ ചെറിയ മുടികൾ വളരാൻ തുടങ്ങിയ പോലെ ഫീൽ ചെയ്യൽ തുടങ്ങി. അപ്പോൾ GFC കൊണ്ടും ബെറ്ററായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ 6 മാസമാണ് ഇപ്പോൾ പിന്നിട്ട് കേട്ടോ. 6 മാസമായപ്പോൾ അവർ പറഞ്ഞ റിസൾട്ട് അവർ പറഞ്ഞ അതേപോലെ തന്നെ വരുന്നുണ്ട്. അതാണ് ഒരു സമാധാനം എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, എന്താ റിസൾട്ട് അങ്ങനെ ആവും ഇങ്ങനെ ആവുന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ. എനിക്ക് കറക്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതാ മുടിയുടെ ഫ്രണ്ട് പോർഷന് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടി കുറച്ച് കൊയ്യുകൊണ്ട് എനിക്കുണ്ടായ ഫീൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായി. കാരണം ആളടിയിൽ ഫേസ് ചെയ്യാൻ ഞാൻ ക്യാപ്പ് ഇട്ടിട്ടാണ് കുറേ കാലം നടന്നത്. എൻ്റെ അധിക ഫോട്ടോസ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫോട്ടോ തപ്പുമ്പോൾ 3/4 ഭാഗം ഫോട്ടോ ക്യാപ്പ് വെച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ക്യാപ്പ് ഇല്ലാത്ത ഫോട്ടോ വളരെ കുറവാണ്. അപ്പോൾ ക്യാപ്പ് വെച്ച് തന്നെ നമ്മൾ നടക്കുമ്പോൾ അത് തന്നെ നമുക്കൊരു ഇൻകംഫേർട്ടാണ്. പിന്നെ അതുമാതിരി പുറത്ത് പോകാൻ കഴിയില്ല, ബൈക്കുമ്പോൾ പോകുമ്പോൾ മുടി പാറും, കാറ്റുള്ള സ്ഥലത്ത് നിൽക്കാൻ വയ്യ, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നേരിട്ടിനി. പരിപാടിക്കും ഫംഗ്ഷനൊക്കെ പോകാൻ ഭയങ്കര ഇടങ്ങേറായിന്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം മനസ്സിന് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്. അതിപ്പോൾ എൻ്റെ പിന്നിൽ ഞാൻ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ 700 സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ചാനലുള്ളത്. ഞാൻ 3 കൊല്ലം മുമ്പ് തുടങ്ങിയ ചാനലാണ്. പക്ഷേ അതിൽ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ കിട്ടുകൊണ്ട് തന്നെ വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷന് കുറേ ആളുകൾക്ക് ഏറ്റെടുത്ത് അവർക്ക് നല്ല ഉപകാരമായി തോന്നി. കുറേ ആളുകൾ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കണ്ടിട്ട് അത് ഇൻസ്പയർ ആയിട്ട് തന്നെ കുറേ പേര് അവിടെ പോയി ചെയ്തവരുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ നിരവധി ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഡെയിലി മെസ്സേജ് വരുന്നുണ്ട്. അതിനൊക്കെ ഞാൻ റിപ്ലൈ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കൊടുക്കലുണ്ട്. ആരും ഒഴിവാക്കില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു ഫീൽ അറിയാം, എന്താണ് ഇതിൻ്റെ അവസ്ഥ, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് റിപ്ലൈ ഒക്കെ കൊടുത്ത് പല ക്ലിനിക്കിൽ നിന്ന് ചെയ്ത ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചെയ്ത ആൾക്കാരുണ്ട്, അതേപോലെ HNS നിന്ന് കുറേ ആൾക്കാർ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെത് കഴിഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒരാളും തന്നെ തരം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെത് കഴിഞ്ഞ് ചെയ്തു പറയുമ്പോൾ അവർക്കൊക്കെ 5 മാസം 4 മാസം ആ ലെവലായിട്ടുള്ളൂ. ഈ മാസം വരെ ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ കോൺടാക്റ്റ് ഉണ്ട്, അവരൊക്കെ മെസ്സേജ് അയക്കലുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തുർക്കിയിൽ നിന്ന് ചെയ്ത ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തുർക്കിയിൽ നിന്ന് അവിടെ നിന്ന് ചെയ്തതും കാര്യം. അപ്പോൾ നല്ല റേറ്റാണ് അവിടെയൊക്കെ ആകുമ്പോൾ. കാരണം വിദേശ രാജ്യത്താകുമ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ നിന്ന് ചെയ്ത ആൾക്കാരുണ്ട്. അതേമാതിരി പുറത്തുനിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ചെയ്ത നല്ല പൈസക്ക് ചെയ്തതും വലിയ വലിയ ഇതിനൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് സെയിമാണ്.
ഞാൻ ചെയ്ത അതേ റിസൾട്ട് തന്നെ അവർക്കും കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ എക്സ്ട്രാ റിസൾട്ടും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഏതായാലും നിങ്ങൾക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. കാരണം മുടി കൂടുതൽ കൊഴിഞ്ഞു പോയതിനു ശേഷം അത്രയും ഗ്രാഫ്റ്റ് കൂടുതൽ വേണ്ടി വരും, അത്രയും പൈസ നമുക്ക് കൂടുതലാവും. അപ്പോൾ ഞാൻ ചെയ്ത ക്ലിനിക്ക് എന്ന് പറയുകയാണെങ്കിൽ HNS കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ തൊട്ടിപ്പാളയപ്പേരിയിലുള്ള ക്ലിനിക്ക് എന്നാണ് ചെയ്തത്. അവിടുത്തെ ഒരു രീതി എന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു കൊടുക്കാം. നമ്മളെ ഈ ഒരു ഫ്രണ്ട് പോർഷന്, ഈ സൈഡ് ബാക്ക്, ഇത്രയും ഭാഗങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചെടുത്താൽ അവർ പറയാം എത്ര ക്രാഫ്റ്റ് നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അത്രയും ക്രാഫ്റ്റിന് കണക്കാക്കി ക്യാഷും കാര്യങ്ങളും നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അയച്ചു കൊടുക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാട്ടോ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു കൊടുത്താൽ അവർ കാര്യങ്ങൾ പറയും. ഇത് കൺസൾട്ടേഷനൊക്കെ ഫ്രീ ആണ്, അതിന് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ക്രാഫ്റ്റ് നിങ്ങൾക്ക് കണക്കാക്കാം. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം എന്ന് വെച്ചാൽ അപ്പോൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് പോയാണ്ട് ചെയ്യാൻ പറ്റും. നാളേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ അവിടെ എത്തുക. അന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കിയിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ വിടും. അവിടെ താമസ സൗകര്യം എന്ന് പറയുന്നത് രോഗിക്ക് മാത്രമേ ഉള്ളൂ, വരുന്ന ആൾക്ക് താമസ സൗകര്യമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനൊക്കെ ഒറ്റക്കാണ് പോയത്. ഇത് വലിയൊരു ഓപ്പറേഷനായിരുന്നു കരുതുന്നത്. നമ്മളെ തൊലിൻ്റെ പുറത്ത് ചെയ്യുന്ന സംഭവമാണ്, തൊലിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളിലേക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് തന്നെ പോയിട്ട് ചെയ്ത് തിരിച്ചു പോരാവുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്ക് ആളെ കൂട്ടാം. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അയാൾക്ക് പുറത്ത് നിന്ന് സ്റ്റേ ചെയ്ത് 2 ദിവസം പോസ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. പെർ ഗ്രാഫ്റ്റ് 10 രൂപയാണ് വാങ്ങുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ന്യൂ ഇയർ പ്രമാണിച്ച ഒരു പുതിയ ഓഫർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത സമയത്ത് നമുക്ക് 3 PRP ഫ്രീ ആയിട്ട് കിട്ടീനി. 3 അതായത് ഓരോരോ മാസമായിട്ട് 3 മാസത്തേക്കുള്ള PRP നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടീനി. ഇപ്പോൾ അതിന് പകരം അവർ GFC ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ GFCൻ്റെ റേറ്റ് 2500 എന്നുള്ളത് 2000-ലേക്ക് കുറച്ചു. ആർക്കും വന്നാലും ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്ത ആൾക്കോ അല്ലാത്ത ആൾക്കൊക്കെ 2000 രൂപയ്ക്ക് GFC കൂടി അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കിന്നിൻ്റെ പരിപാടി ഉണ്ട്. നമുക്ക് മുഖത്തിൻ്റെ സ്കിന്ന് ടോണ്, അതേപോലെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ക്ലീൻ ആക്കുന്ന ശരിയാക്കുന്ന ഒരു പരിപാടി അവർ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആ ഒരു ക്ലിനിക്കിൽ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും വേണമെങ്കിൽ അതും കേൾക്കാം. അങ്ങനെയുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ പോയി. അപ്പോൾ ചെറിയ ആളാണ്, ഒരു 10-22 വയസ്സൊക്കെ ആയിട്ടുള്ളൂ തോന്നുന്നു. അദ്ദേഹം പോകാൻ നേരത്ത് അത്രയും ദൂരം പോകണം. നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോകുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു പേടിയാണ്, എന്താ അന്യ സംസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയില്ലല്ലോ. അപ്പോൾ അയാൾ ചോദിച്ചു എൻ്റെ ഫാദറൊന്ന് വിളിക്കുങ്ങളൊന്ന് സംസാരിക്കുക ചോദിച്ചു. അങ്ങനെ ഞാൻ സംസാരിച്ച് ഫാദറിനോട് കാര്യങ്ങൾ പറയാം, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ്. അപ്പോൾ അവർ ഓക്കെ. എന്നിട്ട് പോയി അദ്ദേഹം ചെയ്തു കേട്ടോ. അയാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വീട്ടിലെത്തി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളില്ല, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ പരിപാടി തുടങ്ങുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാർ ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാവും ചെറിയതായിട്ട്. കാരണം നിങ്ങൾക്ക് ടെൻഷന് അതേമാതിരി ചെയ്യാൻ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അത് മാറിയിട്ട് എല്ലാവർക്കും മുടി വരട്ടെ. അപ്പോൾ എല്ലാവരും സെറ്റ് ആവണം. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അടുത്ത വീഡിയോയുമായി കാണാം. അതിലേക്കും ബൈ.